പപ്പിമോള് നിന്നെ തിരക്കുന്നുണ്ട്. വിഷ്ണുവേട്ടന് കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു. നമുക്കിപ്പോ തന്നെ പോവാം. അല്ല, സത്യ പപ്പിമോളുടെ അടുത്ത് ഇരിക്കുക. ഇനി ഇവിടുന്ന് വിളിച്ചോണ്ട് പോകാൻ നേരത്തെ ഒരു കരച്ചിൽ ഉറപ്പാ. കുറച്ച് കരയട്ടെ. കുറച്ച് കരഞ്ഞാലും കുഴപ്പമില്ല. നമുക്ക് പോവാതിരിക്കാൻ പറ്റില്ലല്ലോ. വിഷ്ണുവിന് അപകടം പറ്റിയ കാര്യം പപ്പിമോൾ അറിയരുത്. അതവളെ കൂടുതൽ സങ്കടപ്പെടുത്തും. അയ്യോ, ഇനി സത്യമോളെങ്ങാനും പറയോ? ഇല്ല, അതറിയിക്കരുതെന്ന് പറഞ്ഞിട്ട് സത്യ പപ്പിയുടെ അടുത്തേക്ക് വിട്ടത്. അവള് പറയില്ല. ക്ഷമേ, നീ ചെന്ന് സത്യയെ വിളിച്ചോണ്ട് വാ. ഞാനിവിടെ കൂടുതൽ നിന്ന് സത്യമ്മയെ കൊണ്ട് പറയിക്കുന്നില്ല. എടി, എന്തൊരു വർത്താനോ ഇത്? പപ്പി ഒന്ന് കാണാതെ നിനക്ക് ഇവിടുന്ന് പോവാൻ പറ്റുമോ? നിന്നെ അങ്ങോട്ട് കൊണ്ടുചെല്ലാന്ന് വാക്ക് കൊടുത്തിട്ടാ ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത്. എന്തിനാ സത്യയുടെ അമ്മ സങ്കടപ്പെടുന്നേ? സങ്കടപ്പെടണ്ട കേട്ടോ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. കണ്ടില്ലേ, സത്യ വന്നപ്പോ എന്റെ എല്ലാ അസുഖവും മാറി. ഇനിയും മുറിവും കൂടി ഉണങ്ങിക്കഴിഞ്ഞാ ഞങ്ങൾക്കൊന്നിച്ച് സ്കൂളിൽ പോണം, കളിക്കണം, അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് ചെയ്യാനുണ്ട്. അല്ലേ സത്യ? പിന്നെ പപ്പി എഴുന്നേക്കാൻ വേണ്ടി കാത്തിരിക്കുകയല്ലേ ഞാനും. എന്റെ കുഞ്ഞേച്ചി, ഇവരെ എങ്ങനെ അകറ്റിക്കൊണ്ടാ കുഞ്ഞേച്ചി നാട് വിടാൻ പോകുന്നെ? ഇവരുടെ ഈ സ്നേഹം കണ്ടോ? ഒരിക്കലും ഇവരെ പിരിച്ചുകൊണ്ട് കുഞ്ഞേച്ചിക്ക് എവിടേക്കും പോവാൻ പറ്റില്ല. കുഞ്ഞേച്ചി അല്ലെങ്കിൽ തന്നെ ആരെ തോപ്പിക്കാനാ? അങ്ങനെ പോയിട്ട് മനസ്സമാധാനത്തോടെ ഒരു ദിവസമെങ്കിലും കഴിയാൻ പറ്റുമെന്ന് കുഞ്ഞേച്ചിക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെയുണ്ടെങ്കിൽ കുഞ്ഞേച്ചി പൊയ്ക്കോ. മോൾക്ക് ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ? ഞാൻ പറഞ്ഞില്ലേ, സത്യയുടെ അമ്മയൊക്കെ കണ്ടപ്പോ എന്റെ എല്ലാ വേദനകളും മാറി. പിന്നെ സത്യമ്മ ഒരുപാട് വഴക്ക് പറഞ്ഞില്ലേ, അതിന് സോറി. ഞാൻ ആ കുട്ടിയെ തല്ലിയന്റെ പേരിലാണല്ലോ സത്യമ്മ നിങ്ങളെ വഴക്ക് പറഞ്ഞത്. അതിന് സോറി. അതെനിക്ക് സങ്കടമായി. അതിന് സത്യയുടെ അമ്മയോട് സോറി പറയാൻ ഞാൻ വന്നപ്പോഴാ എന്നെ വണ്ടി ഇടിച്ചത്. അയ്യോ, സത്യാമ്മയ്ക്ക് വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കുന്നു. സോറി. എന്റെ പൊന്നുമോളെ, നിന്റെ ഉള്ളിൽ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു? എനിക്കൊരു വഴക്കുമില്ല, ആരോടും ഇതിന്റെ പേരിൽ ഒരു പരിഭവവും ഇല്ല. പോരെ? ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേ സർവവിഘ്നോപശാന്തയേ സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം ഗണിഷ്യാമി സിദ്ധിർഭവതു മേ സദാ ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വര പാദപങ്കജം. സത്യാമ്മേ, എന്തിനും ഒരു പരിഹാരം ഉണ്ടാവും. മനുഷ്യനെ സൃഷ്ടിച്ചത് ഈശ്വരനാണെങ്കിൽ അവന് വരുന്ന സകല ആപത്തുകളിൽ നിന്നും രക്ഷിക്കേണ്ട കടമയും ഈശ്വരന് തന്നെയാണ്. അതിന് ഭഗവാൻ ചില കുറുക്കുവഴികൾ കണ്ടെത്തിയിട്ടുണ്ട്. നിങ്ങളെയെല്ലാം അവിടെ എത്തിക്കുന്നതിനുള്ള ഒരു എളുപ്പ വഴി, അതാണ് പ്രാർത്ഥന.
കുട്ടിക്കിപ്പോ രാഹുർദശയാ. രാഹുർദശയുടെ അവസാന സമയത്ത് ചൊവ്വയുടെ അപകാരം കൂടി വന്നപ്പോൾ കാര്യങ്ങൾ അല്പം മോശമായി പോയി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇനി അപകടങ്ങൾ ഉണ്ടാകാം. പറയുന്നത് കൊണ്ട് ഒന്നും തോന്നരുത്. മൃത്യുഞ്ജയത്തിനും മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിക്കും ആയുസിനെ പിടിച്ചു നിർത്താം. ശിവഭഗവാനെ പ്രാർത്ഥിച്ചാൽ പക്ഷേ ഇവിടെ അതിന് ചില തടസ്സങ്ങളാണ് കാണിക്കുന്നത്. ആയുസിന്റെ കാര്യത്തിൽ ഒരു തടസ്സം കാണുന്നു. അത് മാറണം. മാറ്റിയേ ഒക്കൂ. മരണകാരകനായ ശിവഭഗവാൻ ഉഗ്രകോപിയായാൽ എന്താ സംഭവിക്കുക? അത് തന്നെയാ എനിക്ക് ഈ ജാതകത്തിൽ കാണാൻ കഴിയുന്നത്. കുട്ടിക്ക് അപമൃത്യു വരെ സംഭവിക്കാം. ഇതിന് പരിഹാരമൊന്നുമില്ലേ? വിധിയെ തടുക്കാൻ സാക്ഷാൽ പരമശിവന് പോലും കഴിയില്ല എന്നറിയാവുന്നതല്ലേ? പിന്നെ പരിഹാരമായി കാണാവുന്നത് ആയുഷ് ഹോമമാണ്. ഹോമത്തിൽ കുട്ടിയുടെ അമ്മയ്ക്കാണ് പ്രാധാന്യം.